Hello friends, welcome to my new video. Welcome to my channel SS Vlogs. ഇന്നിപ്പോൾ കോങ്ങാട് വന്നിരിക്കുക കേട്ടോ. കോങ്ങാട് ആക്ച്വലി ഞാൻ വർക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. LICൻ്റെ ക്യാൻവാസിങ്ങിനും എനിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ എന്താ വെച്ചാൽ കുറച്ച് വൈകിപ്പോയി ഇറങ്ങിയത്. സോ കുറച്ച് ആൾക്കാരെ കണ്ടു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ട് എവിടെ ഇന്ന് കഴിക്കാൻ പറഞ്ഞ് നോക്കി വന്നപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ തന്നെ എത്തി. ഞങ്ങൾ നേരത്തെ താമസിക്കുന്ന നമ്മുടെ വീട്ടിൻ്റെ അവിടെ തന്നെ എത്തി. ഇതാണ് നമ്മുടെ മേനശ്ശേരി ദുർഗാ ഭഗവതി ക്ഷേത്രം. അപ്പോൾ പലർക്കും അറിയായിരിക്കും. ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് നമ്മുടെ വീടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉച്ച സമയത്തുകൊണ്ട് അമ്പലമൊക്കെ അടച്ചിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഓർമ്മകളാണ്, നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ. നമ്മളിപ്പോൾ ഇവിടെ, അതായത് എവിടെയോ എൻ്റെ ബാല്യത്തിലുള്ളവർ ഞാൻ ഇവിടെ ട്രൗസറിട്ട് ഓടിക്കളിക്കുന്നുണ്ട് ഇപ്പോഴും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിച്ചപ്പോൾ വല്ലാത്തൊരു വിശപ്പും അതേമാതിരി ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റും. നമ്മളെ ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ടായിരിക്കാം നമ്മുടെ ജനിച്ച് വളർന്ന കോങ്ങാടിൻ്റെ മണം ശ്വസിച്ച് വളർന്നൊരു ജീവിതമായിരുന്നല്ലോ 2009 വരെ. ഇതാണ് നമ്മുടെ പഠിപ്പുര. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ വൈഫിനെ വീഡിയോ കോൾ ചെയ്തു, അതേമാതിരി കസിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അവൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ അവർ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്, അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ പഠിപ്പരയായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കായിരുന്നു വീട്. അപ്പോൾ ഒരു 2 ഏക്കറോളം ഉണ്ടായിരുന്നു. അത് പിന്നെ പാർട്ടീഷൻ ചെയ്ത് പോയതാണ്. ഇപ്പോൾ നമ്മുടെ കസിൻസ് ഇവിടെയുണ്ട്, വേറെ ആരുമില്ല. ഞങ്ങളൊക്കെ പാലക്കാട്ടിലേക്ക് മാറി, കൽപ്പാത്തിക്ക് മാറി. അവിടെ നിന്ന് പിന്നെയും ഞാൻ വീണ്ടും കോട്ടയക്കാട്ടിലേക്ക് താമസം മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തെ കാഴ്ചകൾ. അപ്പോൾ ചെറിയ വീഡിയോ ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും. നമ്മുടെ കുളമാണ് കേട്ടോ, ആറാട്ടുകുളം. ഒരുപാട് കാലം ഈ കുളത്തിൽ കുളിച്ചിട്ടുണ്ട്. അമ്മമ്മയും ഞാനും അമ്മയൊക്കെ വന്ന് ഒരുപാട് കാലം കുളിച്ചതാണ് ഈ കുളത്തിലൊക്കെ. നമുക്ക് കുളത്തിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയാൽ നമ്മുടെ വിജയേട്ടൻ്റെ വീടും ഒക്കെ വരും. നമ്മുടെ വീട് വാങ്ങിയിരിക്കുന്ന വിജയേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും ഒക്കെ വരും. അപ്പോൾ അങ്ങനെ പിന്നെ കോട്ടപ്പടി എന്ന് വന്ന സ്ഥലത്തും. അപ്പം അങ്ങനെ നല്ല നമുക്കെന്നും ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കോങ്ങാട്. അപ്പോൾ എപ്പോൾ കോങ്ങാടിലേക്ക് വന്നാൽ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ തിരക്കിൽ കോങ്ങാട് വന്നാൽ ടൗൺ മാത്രം കറങ്ങിയിട്ട് അങ്ങനെ തിരിച്ചു പോകും. അല്ലെങ്കിൽ തിരുമാന്താംകുന്നിലേക്ക് വന്നാൽ അത് മാത്രം തൊഴുതിട്ട് പോകാറുണ്ട്. മാക്സിമം പറ്റുമ്പോഴേക്ക് ഈ അമ്പലത്തിലേക്ക് വരും. എന്തായാലും അവിടെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് തൊഴുതിട്ടേ പോകാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂരേകാദശിക്ക് വന്നപ്പോൾ ഞങ്ങൾ രാത്രിയാണ് വന്നത്. അത് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. കാരണം അവിടെയാണ് പരിപാടി. ഇവിടെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആറാട്ടുകുളം കേട്ടോ. ആറാട്ടുകുളത്തിൻ്റെ നവീകരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ വരും, മെസ്സേജസ് വരും. കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. കുറ്റികളിരിക്കുന്നുണ്ട് കേട്ടോ. കുറ്റി അതാ പോയി. നവീകരണമൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും വീണ്ടും പായലോ ആമ്പലോ എന്തൊക്കെയോ ഉണ്ട്. താമര എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. താമരയാണ് തോന്നുന്നത്. എന്തൊക്കെയോ ഇത് കുറച്ച് പായലും പിടിച്ചിട്ടുണ്ട് വീണ്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പോയാൽ തിരുമാന്താംകുന്ന് അമ്പലം, അങ്ങനെ മെയിൻ റോഡ് എത്തും. അപ്പോൾ പടിയൊക്കെ നല്ലോണം വീതി കൂട്ടി ഒരുപാട് വികസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സോപ്പിൻ്റെ കവറൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടേ അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ലേ. വെള്ളം നന്നായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ടുണ്ട്. നേരത്തെ കുറച്ച് മോശമായിരുന്നു. കുഞ്ഞുനാളിലൊക്കെ ഇവിടെയൊക്കെ ഇറങ്ങി കുളിച്ച്, വീട് അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാണ് രാവിലെ തന്നെ വന്ന് കുളി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂളിലേക്കൊക്കെ പോവുക.
അതാ കാണുന്നതാണ് നമ്മുടെ തൊടിയായിരുന്നു കേട്ടോ. ഇതാ കാണുന്ന ആ ഒരു ലെങ്ത്ത് ഫുള്ളായിട്ടും നമ്മുടെ തൊടിയായിരുന്നു. ആ തെങ്ങുകളൊക്കെ പണ്ട് മുത്തശ്ശൻ വെച്ച തെങ്ങുകളാണ്. മുത്തശ്ശനും മാമന്മാരൊക്കെ വെച്ച തെങ്ങുകളാണ്. അതാ വന്നു ഒരുപാട് ഓർമ്മകൾ ഓടിക്കളിക്കുന്ന സ്ഥലമാണ്. ആൽമരം, അതിൻ്റെ അപ്പുറത്ത് നാഗത്തിൻ്റെ തറ. അങ്ങനെ പൂരസമയത്തൊക്കെ ഇവിടെ നിന്നും ഭയങ്കര ആക്റ്റീവായിരിക്കും. പൂരസമയത്തൊക്കെ ആനയും ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഞാനിത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല തോന്നുന്നു. കോങ്ങാടിൻ്റെ നമ്മുടെ ഈ വീഡിയോ ഇട്ടിട്ടില്ല തോന്നുന്നു, ഞങ്ങളുടെ വീട്ടിൻ്റെ വീഡിയോ. വേറെ ഈ തിരുവിൽപ്പാറ ക്ഷേത്രം അതൊക്കെ ഇട്ടിട്ടുണ്ട്, ഇത് ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ എടുത്താണ്. പിന്നെ അങ്ങോട്ടുണ്ട് വലിയകാവ്, തിരുമാന്താംകുന്ന് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ തന്നെ അത് ആഡ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ വലിയ വീഡിയോ ആയി പോവും, അതാണ്. ഓക്കെ, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് 2 ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാം. അവിടേക്ക് പുതിയൊരു വീടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നല്ല മാവ് പൂത്ത മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ. അപ്പോൾ വണ്ടി ഇതാ നിൽക്കേണ്ടത്, പൊരി വെയിലാണ്. ഫ്രണ്ട്സ് ഇതാണ് പുത്തൻകുളം കേട്ടോ. അപ്പോൾ കോങ്ങാട്ടിനെ മൊത്തമായിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. പുത്തൻകുളം ഇത് കുറച്ച് അപകടം പിടിച്ച കുളമാണ്. കാരണം ഇതിലിപ്പോൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലങ്ങനെ പായലോ കുപ്പലോ ഒന്നുമില്ല, പക്ഷേ അടിയൊഴുക്ക് കൂടുതലാണ് എന്നാണ് പറയുന്നത്. നല്ല കടവുകളാണ്, പട്ടയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. കാറ്റ് കാലമായതുകൊണ്ടാണ് ഇലയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു വീണിട്ടുണ്ട്. ഇപ്പുറത്തൊരു ഭഗവതീൻ്റെ കുളമുണ്ട്, ഭഗവതി മഠത്തിൻ്റെ ഒരു കുളമുണ്ട്. അപ്പം അതിൻ്റെ കൂടി കാണിച്ചു തരാം. ഇതാണ് ഭഗവതി മഠം കുളം. അങ്ങനെ 3 കുളങ്ങളാണ് ഈ പരിസരത്തുള്ളത് കേട്ടോ. ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ തിരുമാന്താംകുന്ന് ക്ഷേത്രം കേട്ടോ. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടാണ്. വലിയകാവെന്നാണ് ഞങ്ങൾ പറയുക. തിരുമാന്താംകുന്ന് ക്ഷേത്രമാണ് കോങ്ങാട് തിരുമാന്താംകുന്ന്. ഇവിടുത്തെ ഭഗവതി മഠം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ വന്ന വഴി. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈ പറഞ്ഞമാതിരി ഈ സ്ഥലത്തൊക്കെ നമ്മുടെ ഓർമ്മകളെന്നും ഓടിക്കളിക്കുന്ന ഒരു സ്ഥലമാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ചിലപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. എന്നും നമ്മുടെ ഓർമ്മകൾ ഇവിടെ ഒരു ബാഗും തൂക്കി കുടയും പിടിച്ച് ഒരു ഹവായി ചെരുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഓർമ്മകളെന്നുള്ള സ്ഥലമാണ്. ഇതാണ് അമ്പലം. പൂര സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ അവിടെ. ഇപ്പോൾ പൂരം ഏപ്രിലാണ് പൂരം എന്നാണ് പറഞ്ഞത്. ഇപ്രാവശ്യത്തെ പൂരം ഏപ്രിൽ മാസമാണെന്നാണ് പറഞ്ഞത്. ആ സമയത്തൊക്കെ നമുക്ക് നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ ഫുള്ളായിരിക്കും. അപ്പോൾ പൂരത്തിന് വരുന്നുണ്ട്, ഞാൻ പൂരത്തിന് വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഈ വോയിസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ബഹളം കൊണ്ട് പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് കയറ്റേണ്ടി വരും. ഓക്കെ, പൂരത്തിൻ്റേതായിട്ടുള്ള വീഡിയോ ആയിട്ടാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അത് ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു എനിക്ക്. ഇതാണ് ഭഗവതി മഠം. ഇവിടെയാണ് കുട്ടിശങ്കരൻ ഉണ്ടായിരുന്നത് നമ്മുടെ. കോങ്ങാട് കുട്ടിശങ്കരൻ്റെ തട്ടകമാണ്. അപ്പോൾ ഇവിടെ കുട്ടിശങ്കരനും ഇല്ല, ഇപ്പോൾ ഞാനും ഇല്ല. കുട്ടിശങ്കരൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു, ഞാൻ കോങ്ങാടിനോട് ഇവിടെ പറഞ്ഞു പോയി. കുട്ടിശങ്കരൻ നടന്ന വഴികളാണ് ഇതൊക്കെ. ഞാനും കുട്ടിശങ്കരനും നടന്ന വഴികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെന്താണ്, പിന്നെ കോങ്ങാടിനെ പറ്റി
പറയാമെന്ന് പറഞ്ഞാൽ വളരെ നമുക്കിന്നും ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം. എന്തോ ഒരു മണം, ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു പ്രത്യേകമായ ഒരു മാവൊക്കെ പൂത്ത് നിൽക്കുന്ന മാവിൻ്റെയൊക്കെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിക്കാണ്. നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവർക്കൊന്ന് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കോങ്ങാടിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.